കുറേ ഫിലിംസില്ലേ, അനീതിപ്രാവ്, അതുപോലെ തന്നെ നിറം, അതുപോലെ ഹരികൃഷ്ണൻസ്, പ്രേം പൂജാരി, അതുപോലെ മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ഈ ഫിലിംസൊക്കെ കണ്ടവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അതിലെ ആക്ട്രസസ് അവർ വെയർ ചെയ്തിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കും. ഞാനും അതുപോലെ ഭയങ്കര ഫാനായിരുന്നു കേട്ടോ. അതുപോലെ ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് സോൾട്ട് ആൻഡ് പെപ്പറിലെ സ്കേർട്ട്, ഇങ്ങനെ ഓരോന്നും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ 90s കിഡ്സിന് കുറേ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ വളർന്ന് ഈ ഒരു കരിയർ ചൂസ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു, ഇതുപോലത്തെ ഡ്രസ്സസ്സൊക്കെ അല്ലേ, നിങ്ങൾക്കായാലും തോന്നാറില്ലേ? അങ്ങനെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ റിയാലിറ്റി ഇതൊന്നുമല്ല എന്നുള്ളത് മനസ്സിലായി. കാരണം ഇങ്ങനെയൊന്നും അത്ര എളുപ്പമല്ലാതെ ചെയ്യാനൊക്കെ. പക്ഷേ അപ്പോഴും സ്റ്റിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു സംഭവമായിരുന്നു പാൽക്കട്ട്. കാരണം ഞാൻ ആക്ട്രസ് നമ്മുടെ കാവ്യ മാധവൻ എപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഈ പാൽക്കട്ട് ഇട്ടിട്ട് വരും. ഭയങ്കര ഒരു രസമാണ് അവർ ഇട്ടിട്ട് വരുന്ന കാണാൻ തന്നെ. അപ്പോൾ അത്ര ഭംഗിയുള്ള ആ ഒരു പാൽക്കട്ടിലാണ് ഞാൻ എപ്പോഴും ഒരു ഡീപ്പ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സ്റ്റൈലിഷിലും ഒരുപാട് പാനൽസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തില്ലേ? അവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് ഇതിൽ താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ?